പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G3770 എന്ന പ്രിന്റർ മൊബൈലിൽ നിന്ന് എങ്ങനെ പ്രിന്റ് സ്കാൻ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയിലോട്ട് പോവാം. മൊബൈലിൽ നിന്നും പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിനാദ്യം നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അവിടെ സെർച്ചിൽ പോയിട്ട് കനോൺ പ്രിൻ്റർ ആപ്പ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഞാനിവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെർച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ടാമത് കാണാൻ സാധിക്കും കനോൺ പ്രിൻ്ററിന് ഈ ഒരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുക. അവിടെ ആദ്യം തന്നെ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് പറയുന്നത്. അത് എഗ്രി എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എല്ലാതും എഗ്രി ആൾ എന്നുള്ളത് കൊടുക്കാം. അല്ലെങ്കിൽ അത് ടിക്ക് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ളത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ എന്നുള്ളത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ പെർമിഷൻ കൊടുക്കുക. ഓക്കെ, ഇനി ഈ സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സ് ഓപ്പൺ ആക്കി നമ്മുടെ പ്രിൻ്ററിനെ ആദ്യം കണക്ട് ചെയ്യണം വൈഫൈ സെറ്റിങ്സിൽ. അപ്പോൾ ആദ്യം വൈഫൈ സെറ്റിങ്സ് ഓപ്പൺ ആക്കി അവിടെ നമ്മുടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ടാവും. ഓക്കെ, യെസ്, താഴെ കാണിക്കുന്നുണ്ട് പ്രിൻ്ററിൻ്റെ പേര്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഫോണിൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ പാസ്വേഡ് ചോദിക്കുന്നതാണ്. അപ്പോൾ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പോർഷൻ എത്തും നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം പ്രിൻ്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിരിക്കണം. അതേപോലെ വൈഫൈ ഡയറക്റ്റിൻ്റെ പാസ്വേഡ് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് കണക്ട് ചെയ്യലും വൈഫൈ ഡയറക്റ്റ് എനേബിൾ ചെയ്യലും എന്നുള്ളത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഓക്കെ എന്ന് കൊടുക്കുന്നതോടുകൂടി അത് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എവറി ടൈം നിങ്ങൾ മൊബൈലിൽ നിന്ന് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം വൈഫൈ സെറ്റിങ്സിൽ പ്രിൻ്ററിനെ കണക്ട് ചെയ്യണം. എന്നിട്ട് മാത്രമേ ആപ്പ് ഓൺ ആക്കാൻ പാടുള്ളൂ. അപ്പോൾ തിരിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ വരിക. അവിടെ ഈ സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി 2 മിനിറ്റിൻ്റെ ചെറിയൊരു ലോഡിങ് ഉണ്ടാവും. ഇതേപോലെ ഒരു മെസ്സേജ് വരുമ്പോൾ നോ താങ്ക്സ് കൊടുക്കുക. അപ്പോൾ ലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രിൻ്റർ കണക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. എന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ, നമ്മൾ പ്രിൻ്ററിൻ്റെ മുകളിൽ ഇവിടെ പേര് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാര്യമായിട്ട് ഇവിടെ 3 ഓപ്ഷൻസാണ് ആവശ്യമുള്ളത്: ഡോക്യുമെൻ്റ് പ്രിൻ്റ്, ഫോട്ടോ പ്രിൻ്റ് ആൻഡ് സ്കാൻ. ഡോക്യുമെൻ്റ് പ്രിൻ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിലുള്ള PDF ഫയലുകൾ കാണിക്കും. ഫോട്ടോ പ്രിൻ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിലുള്ള ഗ്യാലറിയിലുള്ള ഫോട്ടോസ് കാണിക്കും. പിന്നെ സ്കാൻ ചെയ്യണമെങ്കിൽ സ്കാൻ ചെയ്യാം. അപ്പോൾ സ്കാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മോട് ചോദിക്കുന്നത് ആദ്യമായിട്ടാകുമ്പോൾ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു ഫോൾഡർ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്കാൻ സെറ്റിങ്സ് ഒക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ സ്കാനർ ഗ്ലാസ്സിലേക്ക് വെക്കുന്നു. സ്കാനർ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഡോക്യുമെൻറ്റ് കണ്ടില്ലേ, ഒരു ഫയൽ ഞാൻ നേരത്തെ ടെസ്റ്റ് ചെയ്തൊരു ഫയലാണിത്. ആ ഫയൽ ഞാൻ നേരെ സ്കാനർ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുന്നു. തിരിച്ച് ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചേഞ്ച് സെറ്റിങ്സ് പറഞ്ഞിട്ട് എന്തെങ്കിലും സെറ്റിങ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ആദ്യം ചോദിക്കുന്നത് ഡാറ്റ ഫോർമാറ്റാണ്. നിങ്ങൾക്ക് PDF വേണോ JPEG വേണോ ഏതാ നിങ്ങൾ ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കുക. അതേപോലെ ഡോക്യുമെൻ്റ് വേണോ ഫോട്ടോ മോഡ് വേണോ എന്നുള്ളത് മാറ്റി കൊടുക്കാം. അതേപോലെ കളർ മോഡ് ഏതാ വേണ്ടത്, ഗ്രേ സ്കെയിലാണോ കളറിലാണോ വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതേപോലെ സൈസും ഏത് സൈസാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പ്രിവ്യൂ നമുക്ക് സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാവുന്നതാണ്.
ഇതാണ് സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് എക്സിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഫോൾഡറിൽ അത് സേവ് ആവുന്നതാണ്. നമുക്കതിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കും. ഇനി പ്രിൻറ്റ് ചെയ്യാനാണെങ്കിൽ ഒന്നെങ്കിൽ ഡോക്യുമെൻ്റ് പ്രിൻറ്റ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോ പ്രിൻറ്റ് സെലക്ട് ചെയ്യാം. ഇതിലേത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ കാണുന്ന ഡോക്യുമെൻ്റ് പ്രിൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിൽ സ്മാർട്ട് ഫോണിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ മാനേജറിൽ എവിടെ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് നമ്മുടെ ഫയലുള്ളത് ആ ഫയൽ കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഞാൻ നേരത്തെ നമ്മൾ സ്കാൻ ചെയ്ത ആ ഫയൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, നോ എന്ന് കൊടുക്കുക. ഇവിടെ താഴെ കാണുന്ന പ്രിൻ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ സമയത്തും മൊബൈലിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് നിങ്ങൾ ചേഞ്ച് സെറ്റിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അവിടെ 1-2 സെറ്റിങ്സ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കത് ചേഞ്ച് സെറ്റിങ്സ് എന്നുള്ളത് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ആദ്യമുള്ളത് എത്ര കോപ്പീസ് വേണമെന്നുള്ളതാണ്. അത് നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എത്ര കോപ്പി വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. 100 വരെ മാക്സിമം സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേപ്പർ സൈസ്. ഇവിടെ ഇത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം ഏത് സൈസ് പേപ്പറാണ് എന്നുള്ളത്. പിന്നെ അതിൻ്റെ താഴെ മീഡിയ ടൈപ്പ് എന്നുണ്ടല്ലേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് ടൈപ്പ് പേപ്പറാണ് നമ്മൾ ട്രയൽ വെച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രിൻ്ററിന് പറഞ്ഞു കൊടുക്കണം. അതിവിടെ സെലക്ട് ചെയ്താൽ മാത്രമേ ആ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള പ്രിൻറ്റിങ് നടക്കുകയുള്ളൂ. ഇവിടെ പ്ലെയിൻ പേപ്പർ ഉണ്ട്, അതേപോലെ ഫോട്ടോ പേപ്പർ ഗ്ലോസി സെക്കൻഡ് ഉണ്ട്. നിങ്ങൾ ഗ്ലോസി പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഫോട്ടോ പേപ്പർ ഗ്ലോസി സെക്കൻഡ് എന്നുള്ളത് സെലക്ട് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാതെയാണ് പ്രിൻറ്റ് ചെയ്ത് വരിക. പിന്നെ കളർ മോഡ് ഏത് വേണം എന്നുള്ളത് നിങ്ങൾ ഇഷ്ടാനുസരണം ബ്ലാക്കിലാണോ കളറിലാണ് വേണ്ടത് നിങ്ങൾ ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മാത്രം പിറകോട്ട് വരിക. എന്നിട്ട് ഇവിടെ ടിക്ക് ചെയ്താണ്ട് ഒന്നോന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ മെസ്സേജ് വരില്ല. എന്നിട്ട് മാത്രം പ്രിൻ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ മൊബൈലിൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ സമയത്തും ശ്രദ്ധിക്കേണ്ടത് ഈ മീഡിയ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ടൈപ്പ് പേപ്പറാണ് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള രീതിയിൽ ഇങ്ക് ഫയർ ചെയ്താണ് നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ഗ്ലോസി പേപ്പർ വെച്ച് സെറ്റിങ്സ് പ്ലെയിൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇങ്കും പേപ്പറും വേസ്റ്റായി പോകുന്നതാണ്. വേണ്ട ക്വാളിറ്റിയിലാവില്ല പ്രിൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഗ്ലോസി പേപ്പറിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾ സാധാ പ്ലെയിൻ പേപ്പറാണ് ട്രയൽ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മിക്കവാറും പേപ്പർ കുടുങ്ങാൻ സാധ്യത ഉണ്ടാകും. കാരണം ഗ്ലോസി പേപ്പർക്കുള്ള ഇങ്കാണ് സ്പ്രേ ചെയ്യുക. അത് പ്ലെയിൻ പേപ്പറിന് ചിലപ്പോൾ താങ്ങാൻ കഴിയില്ല. അത് പേപ്പറിൻ്റെ ക്വാളിറ്റി കുറഞ്ഞാണ്ട് അത് ഉള്ളിൽ ചിലപ്പോൾ പേപ്പർ ജാമഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്, പ്രിൻ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.